അല്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. നരേന്ദ്രമോദി ദയവേദിനി അധികാരത്തിൽ വരരുത്, അത് മാത്രമേ പറയാനുള്ളൂ. മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. ജനങ്ങളെയും നേതാക്കന്മാരെയും പഠിപ്പിക്കണമെങ്കിൽ അയാൾ തന്നെ പറ്റുള്ളൂ. അയാൾ തന്നെ വരണം. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം. തകർച്ചകൾ കാണാൻ ഇന്ന് ജനത്തിന് പറ്റില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നരേന്ദ്രമോദി വന്നാൽ നമ്മളെ മൊത്തം വിറ്റഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഈ നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം കോർപ്പറേറ്റുകൾക്ക് മൊത്തം എഴുതി കൊടുത്തോണ്ടിരിക്കുമല്ലേ. ലോകം നശിക്കുക, നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക. ഇനി അധികാരത്തിൽ വരില്ല. വരണമെന്ന് ചോദിച്ചാൽ വന്നാൽ ഇവിടുത്തെ ജനം കഴുതുകയെന്ന് പറയും. ഈ ഭരണം കൊണ്ടുള്ള ദുരിതവും എന്താ പറയുക, പട്ടിണി മരണങ്ങളും രാജ്യത്തുള്ള തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ വർഗീയതയും എല്ലാം കൂടി മനുഷ്യന് ജനങ്ങൾ പറയുന്നത് പോലെ യാതൊരു സ്പിരിറ്റോ മറ്റൊന്നും പുള്ളിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മുസ്ലിമാണ് എങ്കിലും പറയാം, പുള്ളി ഭരിക്കണം, അതാണ് ഏറ്റവും ബെറ്റർ. പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന, അവരുടെ ജീവിത രീതികളെ മനസ്സിലാക്കുന്ന, അവരുടെ സങ്കടങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനമന്ത്രി. നരേന്ദ്രമോദി തന്നെ തുടർച്ചയായിട്ടുള്ളൊരു ഭരണം വന്നില്ലെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടില്ല. കാരണം ഇന്ത്യത്തെ ഇപ്പോഴത്തെ ലോകരാഷ്ട്രങ്ങളായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ. പക്ഷേ ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും കാര്യങ്ങൾ മാത്രമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ടെന്ന് മാത്രമേ പറയുള്ളൂ, വേണ്ട. അടുത്ത നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? നരേന്ദ്രമോദി കുറച്ച് കാലം കൂടിയും ഭരിക്കണം. ഈ ഗ്യാസിൻ്റെ ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന സംവിധാനം പെട്ടെന്ന് കൂട്ടുന്നത് തെറ്റാണ്. നിലവിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യമാണ് ഇപ്പോഴും. ഒരു കരകയറ്റം ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി ഭരണത്തിൽ വന്നിട്ട്. ജനങ്ങൾക്ക് ഇപ്പോഴും കഷ്ടപ്പാട്, അപ്പോഴും കഷ്ടപ്പാട്. ആകെയുള്ള സംസാരം മൊത്തം മതമാണ്. മതത്തെ എന്താക്കുക, വേർതിരിപ്പിക്കുക, എന്നിട്ട് എന്താക്കുക, ആളുകൾ തമ്മിലടിപ്പിക്കുക. ഇനി അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ രാജ്യത്തുള്ള ജനങ്ങൾ. അത്രയും ബുദ്ധിമുട്ടിയൊരു ജീവിതം നമ്മുടെ ഈ 10 വർഷം ആവാൻ പോകുന്നു. അല്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. നരേന്ദ്രമോദി ദയവേദിനി അധികാരത്തിൽ വരരുത്, അത് മാത്രമേ പറയാനുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ സഹിതം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴത്തെ ആ ഒരു രീതികളും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെയാണ് അനുഭവം. ഇപ്പം എന്നാ പറയണത്, എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം നിലവിൽ. അതേ ഉള്ളൂ, വേറൊന്നും പറയാനൊന്നുമില്ല. ഇനി അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാം. ഇപ്പം എന്നാ ഉള്ള മൊത്തത്തിൽ എല്ലാം നാശകോലമായിക്കൊണ്ടിരിക്കുകയല്ലേ ഭരണം. ഒരു മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. കാരണം കുഴപ്പമില്ല, ജനങ്ങൾ പറയുന്നത് പോലെ യാതൊരു സ്പിരിറ്റോ മറ്റൊന്നും പുള്ളിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മുസ്ലിമാണ് എങ്കിലും പറയാം, പുള്ളി ഭരിക്കണം, അതാണ് ഏറ്റവും ബെറ്റർ. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. മറ്റുള്ള അറിയാത്ത ആൾക്കാർ പലതും പുള്ളിയെപ്പറ്റി പലതും പറയുന്നുണ്ട്. പുള്ളി തന്നെ മുന്നോട്ട് വരട്ടെ, മറ്റ് കലാപങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് വേണ്ടെന്ന് മാത്രമേ പറയുള്ളൂ, വേണ്ട. അടുത്ത നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, അത് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഇന്ത്യ എന്തായിട്ടാണുള്ളത്? നിങ്ങൾ ആർ യു തിങ്കിങ് ഇന്ത്യ ഈസ് ഗ്രോയിങ് അപ്പ്? നോ. നിങ്ങൾ ഇത്ര ഒരു വേദനിപ്പിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. കാരണം രാജ്യം ഒരു 9 വർഷത്തിൻ്റെ മേലെയായി ഈ ഭരണം കൊണ്ടുള്ള ദുരിതവും എന്താ പറയുക, പട്ടിണി മരണങ്ങളും രാജ്യത്തുള്ള തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ വർഗീയതയും എല്ലാം കൂടി മനുഷ്യന് ഇനി അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ രാജ്യത്തുള്ള ജനങ്ങൾ. അത്രയും ബുദ്ധിമുട്ടിയൊരു ജീവിതം നമ്മുടെ ഈ 10 വർഷം ആവാൻ പോകുന്നു. അപ്പോൾ ഇനി ഈ രാജ്യത്തെ കോടിക്കണക്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ ചിന്തയുള്ളൂ, ഈ ഫാസിസോ, ഈ വർഗീയത ഭരണകൂടം എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. ഇനിയൊരു ഭരണം ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പിന്നെ ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ കഥ, ഇപ്പോൾ അവർ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം അവരെ ജീവിതമോ അവരെ രാഷ്ട്രീയമോ എന്താ, വർഗീയത വളർത്തണമെങ്കിൽ ഇതുപോലുള്ള ഓരോരോ പരിപാടികൾ നടക്കുമ്പോഴാണ് സത്യത്തിൽ അവർ വീണ്ടും ഭരണത്തിൽ കൂടുക. അല്ലാതെ അവർക്കൊരു എന്താ പറയുക, ഇവിടെ നടക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു വികസനം പറയാൻ കഴിയുന്നില്ല. ആകെ പറയാൻ പറ്റുന്നത് മതമാണ്. വേറൊരു വിഷയം ഇവിടെ ഈ രാജ്യത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ചർച്ച ചെയ്യുന്നില്ല സത്യത്തിൽ.
അതാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ മറുപടി ഞാൻ പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി എന്നല്ല, ഇനി പുതിയ ജനറേഷനിൽ പോലും എടുത്തു പറയാവുന്ന ഒരാൾ വന്ന് ഭരിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന സാഹചര്യമല്ല ഇന്ന് സമൂഹത്തിലുള്ളത്. പ്രധാനമായിട്ടും എല്ലാവരും സാമ്പത്തികമായ നേട്ടങ്ങൾക്കല്ലാതെ മറ്റൊരു ജനഹിതമായ ജനത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇനി ഒരു കക്ഷിക്കും ഒരു വ്യക്തിക്കും കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യയും കേരളവും, പ്രത്യേകിച്ച് കേരളത്തെ പറയേണ്ടതുണ്ട്, കേരളവും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഈ കോർപ്പറേറ്റുകളെ സപ്പോർട്ട് ചെയ്യുക, ഉന്നതന്മാരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള അത്തരം ഒരു സപ്പോർട്ടിങ് വരുന്ന ഒരു ഭരണകൂട വക്താക്കളെ എന്ത് തരം ഭരണമാണ് കാഴ്ചവെക്കാൻ പറ്റുന്നത്? നമുക്ക് ജനത്തിന് ഗുണം ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഭരണമാണ്? നമുക്കതൊരു ചോദ്യചിഹ്നമാണ്. സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ ഏത് മേഖല എടുത്താലും സാധാരണക്കാരന് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നില്ല. കുറേ വികസനം, റോഡ് വികസനം അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള വികസനങ്ങൾ, പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കാർഡുകൾ, അതുപോലെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഇതൊക്കെ നടക്കും പ്രതീക്ഷയുടെ വക്താക്കളാക്കി മാറുന്ന ഭരണകൂടം. ഇതിലൊക്കെ എന്ത് നേട്ടമുള്ളത്? അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭരണം വേണോ എന്ന് ഒരു ചോദ്യം. പക്ഷേ ഇപ്പോൾ സെൻസസ് എടുത്ത പ്രകാരമൊക്കെ വ്യക്തമായിട്ട് പറയുന്നു മോദി ഭരണം സാധ്യമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഗുണമാണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ പറയാൻ എനിക്കില്ല. എന്തായാലും അതൊരു ചോദ്യമായിട്ട് നിൽക്കട്ടെ എന്നാണ് എൻ്റെ ആവശ്യം. തകർച്ചകൾ കാണാൻ ഇന്ന് ജനത്തിന് പറ്റില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു കാലത്തൊരു പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്, ഇപ്പോഴും പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്. എനിക്ക് കൃത്യമായ പൊളിറ്റിക്സുള്ള ആളാണ്. പക്ഷേ ഒരു തരത്തിലും എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയോ ഗതികെട്ടവന് വേണ്ടിയോ ദരിദ്രന് വേണ്ടിയോ ഒന്നും പറയാൻ എനിക്ക് കഴിയില്ല. കാരണം നമ്മളെ എത്ര കണ്ട് അടിച്ചമർത്താൻ കഴിയും എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് ഭരണകൂടം ആയിക്കോട്ടെ, സത്യത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുന്ന നന്മ മുന്നോട്ട് വെക്കുന്ന ഏതൊരുവനും ശിക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വളരുകയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഏത് വ്യക്തിയാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് ഞാൻ പ്രതികരിക്കാൻ തയ്യാറാണെന്ന് പറയാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. അതേപോലെ തന്നെ ഒരു കൂട്ടായ്മയ്ക്കും കഴിയില്ല. ഇപ്പോൾ ഈ പല സംഘടനകളും മുന്നോട്ട് വെക്കുന്നതൊക്കെ ഈ പറഞ്ഞ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുക എന്നല്ലാതെ വ്യക്തമായി ഒന്നും പറയാൻ ഇവർക്ക് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയും, പക്ഷേ അത് നടപ്പിൽ വരുത്താനോ വീണ്ടും സമരം ചെയ്യാനോ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ ഇടപെടാനോ ഇവർക്ക് കഴിയില്ല. അങ്ങനെ ഓരോ പ്രസ്ഥാനവും ഇങ്ങനെയാണെങ്കിൽ പിന്നെ വ്യക്തികളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നാണ് സംശയം. എൻ്റെ അഭിപ്രായം അയാൾ വരണം തന്നെ. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം. എന്തുകൊണ്ടാണ് ഇവിടുത്തെ നല്ല രീതിയിൽ ഭരിക്കണമെങ്കിൽ അയാൾ തന്നെ പറ്റുള്ളൂ. നല്ല രീതിയിൽ അതിൻ്റെ അർത്ഥമുണ്ട്. ആ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഭരിക്കണമെങ്കിൽ അയാൾ തന്നെ ചങ്കൂറ്റുള്ള ആളാണ്. അയാൾ തന്നെ വരണം. ബാക്കിയുള്ളവരെ പഠിപ്പിക്കണമെങ്കിൽ അയാൾ തന്നെ പറ്റുള്ളൂ. വേറെ ഈ ഞാൻ പറയുന്ന ആൾക്കാരെ പറ്റില്ല ഇതിന്. ജനങ്ങളെയും നേതാക്കന്മാരെയും പഠിപ്പിക്കണമെങ്കിൽ അയാൾ തന്നെ പറ്റുള്ളൂ. അയാൾ തന്നെ വരണം, യാതൊരു സംശയമില്ല. ഭരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ നാട്ടിന് ആവശ്യം. ജനങ്ങളെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന, അവരുടെ ജീവിത രീതികളെ മനസ്സിലാക്കുന്ന, അവരുടെ സങ്കടങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനമന്ത്രി. അതല്ലാത്തടത്തോളം കാലം ആ പ്രധാനമന്ത്രിയെ ജനങ്ങൾ വെറുക്കും. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് വർഗീയം കുറച്ച് കൂടിപ്പോയോ തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നയങ്ങളിൽ. അത് മാറ്റുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു പ്രധാനമന്ത്രി തന്നെയാണ്. കാരണം മോദി വന്ന ശേഷമാണ് ഈ ഹിന്ദു ഇതൊക്കെ വല്ലാണ്ട് വർദ്ധിച്ചതും മതസ്പർദ്ധകളൊക്കെ വർദ്ധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനെ മാറ്റിയെടുക്കാൻ മറ്റേ പാർട്ടികൾ കൊണ്ട് കഴിയുന്നില്ല. അവരതിന് അഗൻസ്റ്റായിട്ടാണ്, ഒരു പ്രശ്നം വീണ് കഴിഞ്ഞാൽ അതിന് അഗൻസ്റ്റായിട്ടാണ് മറ്റു പാർട്ടിക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ വലുതാവുകയില്ല. ഒരു ചെറിയ സാധനത്തെ എടുത്തിട്ട് അത് വലിയ സാധനമായിട്ട് മാറുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനത്തിനെ നമുക്ക് ലെവലിൽ കൊണ്ടുവരണമെങ്കിൽ ചിന്താപരമായ ബുദ്ധിയും കാഴ്ചപ്പാടും വിവേകവും ഒക്കെയുള്ള ഒരു നല്ല പ്രധാനമന്ത്രി തന്നെ വേണം. ഈ നരേന്ദ്രമോദിക്ക് ശേഷം വരാനിരിക്കുന്നവരൊക്കെ നല്ല ലിസ്റ്റിൽ പെടുന്നവർ തന്നെയാണ്. ആരെങ്കിലും ഒരാൾ നല്ല ആൾ വെട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ്
ഇപ്പോൾ ഈ 8 വർഷം 9 വർഷത്തിനടുത്ത് ഇപ്പം ഭരിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നില വളരെയധികം പ്രയാസത്തിലാണ്. കാരണം 2000 രൂപ ഇവിടെ നിരോധിച്ചു. ഈ നിരോധിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞു. ആ കള്ളപ്പണം മുഴുവനും പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ നോട്ട് നിരോധനം കൂടിയേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 1000 നോട്ട് നിരോധിക്കുകയും പുതിയതായിട്ട് 2000 രൂപ കൊണ്ടുവരികയും ചെയ്ത് വീണ്ടും ആ 2000 രൂപ പിൻവലിക്കുകയും ഈ രാജ്യത്തെ ജനങ്ങളുടെ എക്കണോമിക്ക് സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയാണ് ഉണ്ടാക്കുന്നത്. ഈ നോട്ട് നിരോധനം കൊണ്ട് അല്ലെങ്കിൽ നോട്ട് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ആളുകൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ഈ 1000 രൂപ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ ബാങ്കിൻ്റെ മുമ്പിൽ നീണ്ട ദിവസങ്ങളോളം ആഴ്ചകളോളം മാസക്കണക്കിന് ആളുകൾ ക്യൂ നിന്നിട്ട് ഇത് മാറിക്കിട്ട് വെറും 1000 രൂപക്ക് പോലും അവർ നിരന്തരമായിട്ട് ബാങ്കിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഒരുപാട് പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം ഇങ്ങനെ കേരളത്തിലേക്ക് വരാണെങ്കിൽ തന്നെ കേരളത്തിൽ ഇവിടെ ഓക്കിയും അതേപോലെ തന്നെ നമ്മുടെ വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ മറ്റേ കൊറോണയൊക്കെ ഉണ്ടായി. അപ്പം നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ കേരളത്തിന് അനുവദിച്ച ഒരു സഹായം ഉണ്ടായിരുന്നു, ഈ അരി കൊടുത്തത്. ആ അരി കൊടുത്ത പൈസ പോലും പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് അത് തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റോട് ചെയ്ത അനീതിയല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളോട് തന്നെയാണ് ആ മോദി ഗവൺമെൻറ് അത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. രാജ്യത്തിൻ്റെ ഏറ്റവും വലുത് ജാതി മത വർണ്ണ വർഗ എല്ലാം ഇവിടെ ആളുകൾ ചർച്ച ചെയ്യുന്നത്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത സാഹചര്യത്തെ സംബന്ധിച്ചിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും കാര്യങ്ങൾ മാത്രമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ചിട്ട് അവിടെ സംസാരിക്കുന്നില്ല. എല്ലാ സ്ഥലത്തും ജാതീയപരമായ രീതിയിൽ ഒരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായ നിലപാടും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നമ്മൾ സംരക്ഷിക്കുന്നതിന് പകരം രാജ്യത്ത് വർഗീയത മാത്രമായി, ഏത് വർഗീയതയാലും ശരി, ഭൂരിപക്ഷ വർഗീയതയാലും ശരി, ന്യൂനപക്ഷ വർഗീയതയാലും ശരി, രാജ്യത്തെ ജനങ്ങളെ ഒന്നാമതായിട്ട് ആഗ്രഹിക്കുന്നത് മതമല്ല. മതം ഓരോരുത്തരുടെ സ്വകാര്യ സ്വത്താണ്. പക്ഷേ ഈ ജീവിതം എന്ന് പറഞ്ഞ രാജ്യത്തെ മതമുള്ളവനും മതമില്ലാത്തവനും നിരീശ്വരവാദിയും യുക്തിവാദിയും എല്ലാവരും ഈ രാജ്യത്ത് അവരുടെ അടിസ്ഥാനപരമായ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അവൻ്റെ മൗലികമായ അവകാശമാണ്. ആ അവകാശത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏതൊരു ഭരണാധികാരിയുടെയും നിലപാട്. അത് ഭരണീയരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയുക്തമായ നിലപാട് തന്നെയാണത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇനി വരരുത് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. നരേന്ദ്രമോദി വന്നാൽ നമ്മളെ മൊത്തം വിറ്റഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഈ നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം കോർപ്പറേറ്റുകൾക്ക് മൊത്തം എഴുതി കൊടുത്തുകൊണ്ടിരിക്കുമല്ലേ. ലോകം നശിക്കുക, നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ എന്തെല്ലാം എടുത്തു നോക്ക്, പെട്രോളിയം കമ്പനികൾ, ടെലികോം കമ്പനികൾ എല്ലാം ഇപ്പോൾ അടുത്ത് തന്നെ KSEB മറ്റേ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഒത്തിരി എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് എഴുതി കൊടുക്കുകയാണ്. അത് നമ്മളെ സഹിതം കുറച്ച് നാൾ കഴിയുമ്പോൾ എഴുതി കൊടുക്കും. എഴുതി കൊടുക്കും. ആ രീതിയിലേക്കുള്ള ഭരണത്തിലേക്കാണ് പോകുന്നത്. നമ്മളെ സഹിതം എഴുതി കൊടുക്കും. ആ രീതിയിലേക്കുള്ള ഭരണത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് എത്ര പറയാനുള്ളൂ. ഇനി അധികാരത്തിൽ വരില്ല. വരണമെന്ന് ചോദിച്ചാൽ വന്നാൽ ഇവിടുത്തെ ജനം കഴുതിയാന്ന് പറയും. താല്പര്യമില്ല. ഭരണം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും വില കയറ്റം, പെട്രോൾ, ഡീസൽ, ഗ്യാസ് എല്ലാത്തിനും വില കയറ്റം. അതുകൊണ്ട് താല്പര്യമില്ല. വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണത്തിനെ പറ്റി നല്ല അഭിപ്രായമല്ലേ ഇപ്പോൾ ജനങ്ങളുടെ നടക്കുന്നത്. അപ്പോൾ വരണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ജനങ്ങളുടെ ഇടയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ മണിപ്പൂരൊക്കെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചകളൊക്കെ പറയുമ്പോൾ മണിപ്പൂർ വിട്ട് നമുക്ക് എന്തെങ്കിലും പറയാമെന്ന് അവർ പറഞ്ഞത്, ആ പാർട്ടിക്കാർ പറഞ്ഞത്. പിന്നെ മണിപ്പൂർ ഇന്ത്യയിലൊരു സ്റ്റേറ്റാണ്, അതിനങ്ങനെ വിടാൻ പറ്റുമോ? 28 സ്റ്റേറ്റിലൊരു സ്റ്റേറ്റാണ് മണിപ്പൂർ. അത്രയുള്ള തന്നെ, വേറെ ഒന്നും പറയാനില്ല. നരേന്ദ്രമോദി ഭരിക്കരുത്. നാട് കുട്ടിച്ചോറായി നരേന്ദ്രമോദി ഭരിക്കരുത്. ജനങ്ങൾക്ക് ദാരിദ്ര്യമാണ് ഇപ്പോഴും. ഒരു കരകയറ്റം ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി ഭരണത്തിൽ വന്നിട്ട്. ജനങ്ങൾക്ക് ഇപ്പോഴും കഷ്ടപ്പാട്. ഭരണം മാറുമ്പോൾ രക്ഷപ്പെടും എന്നൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ വരണ്ടെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമത് നരേന്ദ്രമോദി ഭരിച്ചിട്ട് ഒരു മതത്തെ പറ്റിയിട്ട് ആകെയുള്ള സംസാരം മൊത്തം മതമാണ്. മതത്തെ വേർതിരിപ്പിക്കുക, എന്നിട്ട് ആളുകൾ തമ്മിലടിപ്പിക്കുക. അതാണ് പോലെ മെയിൻ ലക്ഷ്യം. വികസനം പറഞ്ഞിട്ട് എന്താക്കണില്ല. എവിടെയും കേരളത്തിലായിക്കോട്ടെ കേന്ദ്രത്തിലായിക്കോട്ടെ എവിടെയായിട്ടും വികസനത്തെ പറ്റിയിട്ട് എന്താക്കുന്നില്ല, വോട്ട് ചോദിക്കില്ല. ഫുള്ള് മതത്തെ പറ്റി രാമക്ഷേത്രം മറ്റേത് മറിച്ചത് അതൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വോട്ട് പിടിക്കണതും ഇതാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ വികസനം വേണം, ഇന്ത്യ മാറണം. കാരണം ഫുള്ള് GST കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അന്നന്ന് കിട്ടി ജീവിക്കണവൻ്റെ കഥ വളരെ ദയനീയമാണ്. ഇപ്പോൾ നമുക്ക് 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഈ കേരളത്തിൽ നമുക്കിന്ന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ വർഗീയത
പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക. എല്ലാത്തിനും ഇപ്പോൾ പെട്രോളിൻ്റെ കാര്യത്തിലായാലും നമ്മളെ ഓരോ സാധനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇനി അവർ ഭരിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഭരിക്കണമെന്ന് ചോദിച്ചാൽ ഭരിക്കില്ല. നിലവിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ജി എസ് ടി ബില്ല്, പിന്നെ 2 വിലക്കയറ്റം, പിന്നെ റേഷൻ, അതുപോലെ പെൻഷൻ, അങ്ങനെ ഒരുപാട് ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ്. പിന്നെ ഇങ്ങനെ ടൂറിലാണല്ലോ, എപ്പോഴും കറങ്ങി അടിച്ച് നടക്കുകയാണല്ലോ. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, ജനങ്ങളെ സേവിക്കാനുള്ള സമയം നിലവിലില്ല. വന്നിടയിൽ ഇപ്പോഴത്തേക്കാട്ടും കുട്ടിച്ചോറാവും. ഇപ്പം തന്നെ 2 പ്രാവശ്യം കിട്ടിയപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇനി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടി വരില്ല, ആകെ തകിടം മറിയും. അത് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം മോഡി വരണ്ട എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. കേന്ദ്രത്തിൻ്റെ വക ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു UDID കാർഡ് ഉണ്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളൂ. അതിനെ പറ്റിയിട്ടൊന്നും ആയില്ല, ഓർഡർ ആക്കിയില്ല. വരരുതെന്നാണ് എൻ്റെ പദ്ധതി. വന്നിടത്തോളം ഒരു ഗുണവും കിട്ടുന്നില്ലല്ലോ. എന്താ ഗുണം കിട്ടിയത്? ഇനിയിപ്പോൾ തീരെ വരാണ്ടിരിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വിലക്കയറ്റും, മറ്റേ കേന്ദ്രവും കേരളമായിട്ടുള്ള തല്ലും പിടിയും. വേറെന്താണ്, മറ്റുള്ള ജനങ്ങൾക്ക് യാതൊരു സൗകര്യവുമില്ല. ജനങ്ങൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നുമില്ല. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെയാണ് പോകുന്നത്. പിന്നെ മതപരമായിട്ട് പോകുന്നു. മറ്റൊന്നും കിട്ടുന്നില്ല. എല്ലാ സ്ഥലത്തും ഈ മോദിനെ പറ്റിയിട്ട് ആരോട് ചോദിച്ചാലും, എൻ്റെ അഭിപ്രായം മാത്രമല്ല, ആരോട് ചോദിച്ചാലും അതിന് വരരുതെന്നുള്ളൊരാഗ്രഹം തന്നെയാണ്. BJP വന്നോട്ട് വരുന്നേ വിരോധമില്ല. ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണം വേണ്ടേ? കിട്ടിയിടത്തോളം ഒരു ഗുണം കിട്ടിയിട്ടില്ല. അതിപ്പോൾ എൻ്റെ അഭിപ്രായം ഇവിടുത്തെ കേരളത്തെ സംബന്ധിച്ച് വീണ്ടും ഒട്ടാകെ പുറത്താക്കിയതാണ്. പിന്നെ മറ്റൊരു സംബന്ധിച്ചപരമായിട്ട് പറയുകയാണെങ്കിൽ മതപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. പോരാത്ത ഭീഷണി മൂലം തന്നെയാണ് അവിടെ ഇപ്പോൾ പാവപ്പെട്ട ഒന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോൾ അവിടെ ഒരുപാടുണ്ട്. ആളെ ഭീഷണിപ്പെടുത്തിയിട്ടും മറ്റ് പിന്നെ മതപരമായിട്ടുള്ളതായ കാര്യങ്ങൾ കൊണ്ടിട്ടുമാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. കൂടുതൽ മതപരം തന്നെ. ആ മതപരമായിട്ടുള്ള വർഗീയത ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി കുറച്ച് കാലം കൂടിയും ഭരിക്കണം. ആര് ഭരിച്ചാലും കുറേ എന്തായാലും ഒരു വിപരീതമായിട്ടുള്ള ഒരു കുറച്ചെങ്കിലും ഇല്ലാതെ ഭരിക്കാൻ ആർക്കും സാധ്യമല്ല. കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻഷൂർ സംവിധാനം, പിന്നെ വൈദ്യസഹായങ്ങൾ നാട്ടിൽ അതേമാതിരി തന്നെ ഉറപ്പിച്ച്. ഇന്നത്തെ സഹകരണ മേഖലയൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ബാങ്കുകൾ പുതിയ സംവിധാനത്തിൽ അവിടെ സെക്യൂരിറ്റി ഉറപ്പിച്ച് പുതിയ ഇപ്പോഴത്തെ ഓരോ അംഗീകാരത്തോടു കൂടെയുള്ള ബാങ്കിലായതിൽ ഒരു പൈസയും പോവില്ല. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50% ആയിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് പോരാ, മുഴുവൻ 100% ആവണം. അത് കുറേ കാര്യങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ഒരസലുണ്ടല്ലോ, എതിർപ്പ്. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്, എപ്പോഴും അതിന് എതിരായിട്ടൊരു പാർട്ടി ഉണ്ടാവും. അതാണല്ലോ നമ്മളെ സംവിധാനം. അതില്ല, നല്ല കാര്യത്തിന് ഏത് കാര്യം ചെയ്താലും നല്ല കാര്യത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തെറ്റായിട്ടുള്ള സംവിധാനമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെ എതിർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഗ്യാസിൻ്റെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന സംവിധാനം പെട്ടെന്ന് കൂട്ടുന്നത് തെറ്റാണ്. മുഴുവനും 100% അവർ ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മൾ സപ്പോർട്ട് പറയുന്നില്ല. കുറേ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ അവരോട് സപ്പോർട്ടില്ലാത്ത സംസ്ഥാനങ്ങൾ ഭരിക്കുമ്പോൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അറിയിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങളോട് അത് എന്നതാന്ന് പറയണ്ട. അയാൾ നാട് കുട്ടിച്ചോറാക്കി, പൈസ ഒക്കെ നിരോധിച്ചിട്ട് MLA-മാരെ വിലക്ക് വാങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും ഭരണം നടത്തണം. അയാൾ തന്നെയല്ലേ, തോറ്റാലും ജയിച്ചാലും ഭരണം കിട്ടിയില്ലെങ്കിലും ഓരെന്നെ ഭരിക്കുന്നു എല്ലാ സ്ഥലത്തും അല്ലേ. അയാൾ വരണ്ട. അയാൾ മുസ്ലിം വിരോധമായിട്ട് നടന്നാലും പിന്നെ അയാൾ വരണം. ഇവിടെ ഇന്ത്യയിലെല്ലാ മതേതര പാർട്ടികൾ, കോൺഗ്രസ് വന്നോട്ടെ, കോൺഗ്രസ് നല്ല പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്. കോൺഗ്രസ് നല്ല വന്നാൽ ജനങ്ങൾക്ക് നല്ല ഇതുണ്ടാവും, പണിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇവിടെ ഇപ്പം എന്താ വീണ്ടും വരണമെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മളെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പം ലോക നിലവാരത്തിൽ നോക്കുകയാണെങ്കിൽ 5ാമത്തെ സാമ്പത്തിക ഇതിലാണ് ഇപ്പം ഇന്ത്യ പോകുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇനി നരേന്ദ്രമോദി തന്നെ തുടർച്ചയായിട്ടുള്ളൊരു ഭരണം വന്നില്ലെങ്കിൽ
ഇന്ത്യ രക്ഷപ്പെടില്ല. കാരണം ഇന്ത്യത്തെ ഇപ്പോഴത്തെ ലോകരാഷ്ട്രങ്ങളായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ വരണം. വിലക്കയറ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പെട്രോളിയത്തിന് ഓരോരോ ഇപ്പം പല സംസ്ഥാനങ്ങളും പെട്രോളിയത്തിൻ്റെ ഇത് കുറച്ചു, നികുതി കുറച്ചു. അപ്പോൾ കേരളത്തിന് കുറയ്ക്കാൻ പറ്റും. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കാൻ വെച്ചാൽ കേരളത്തിന് അത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ഈ വിലക്കയറ്റത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ഗ്യാസിൻ്റെ വില എല്ലാം അതിനോട് അടിസ്ഥാനപ്പെട്ടിട്ടുള്ള സംഭവം തന്നെയാണല്ലോ. ഗ്യാസിൻ്റെതായാലും പെട്രോളിയത്തിൻ്റെതായാലും ഒക്കെ അല്ല ചെറിയൊരു മാറ്റം ഇപ്പം വന്നിട്ടുണ്ട് ഗ്യാസിന്. എത്ര ഇപ്പോൾ 150-200 രൂപയുടെ കുറച്ചെന്ന് പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിനോട് നമുക്ക് യോജിപ്പില്ല. ഇനി ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ്. ഇപ്പം നമ്മളൊക്കെ ഇപ്പം എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടില്ലേ, ഓരോ പ്രശ്നം കാരണം പെൻഷനും പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. അപ്പം ഇനി BJP വന്നാലും വരണ്ട, എൻ്റെ ഇതിൽ വരരുതെന്നുള്ളതാണ്. മോദി ഇനി അധികാരത്തിൽ ഉണ്ടാവരുതെന്നാണ്. ഗ്യാസിൻ്റെ കാര്യത്തിൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിലിണ്ടറിൽ ഇപ്പം മുച്ചൂട്ടുമ്പോൾ ഗ്യാസ് ഇല്ല, അതിൻ്റെ അകത്ത് പകുതിയോളം ഉള്ളത്. എന്നിട്ട് ഇപ്പോൾ അത് തന്നെ ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ഇതിലായിട്ടാണ് ഇപ്പോൾ ഗ്യാസ് വരുന്നത്. പല ബുദ്ധിമുട്ടുകളും എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഗ്യാസിന് ഭയങ്കര റേറ്റുമാണ് ഇപ്പോൾ. സാധാരണക്കാർക്ക് പിന്നെ അങ്ങനെ ജീവിക്കാൻ ഇപ്പോൾ കഴിയണില്ല ഗ്യാസിൻ്റെ മുകളിലായി. സാധാരണ ആയാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തിനായാലും ഭയങ്കര കഷ്ടപ്പാടല്ല ഇപ്പോൾ ജനങ്ങൾ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്. അതിൽ നിന്നൊരു മോചനം ഉണ്ടാവണം, നല്ല രീതിയിൽ ഒരു വർധന ഉണ്ടാവണം എന്നാണ് നമ്മളെ അഭിപ്രായം.